पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കാര്യകാരണ ഉപാധി എന്നാണ് ഈ കാണ്ഡത്തിനിട്ടിരിക്കുന്ന പേര്. കാര്യവും കാരണവുമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ 2 സത്യങ്ങൾ. ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എല്ലാം തന്നെ കാണുന്ന 2 ഉപാധികളാണ് കാര്യവും കാരണവും. അതായത് കാര്യമില്ലാതെ കാരണമുണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് സംഭവങ്ങൾ എടുത്തു നോക്കുള്ളൂ, ഏത് അനുഭവങ്ങൾ എടുത്തു നോക്കുള്ളൂ, ആ കാര്യത്തിൽ നിന്ന് കാരണമുണ്ടാകുന്നു, കാരണത്തിൽ നിന്ന് കാര്യവും ഉണ്ടാകുന്നു. ഏതെങ്കിലും ഒരു കാരണം കാണണം ഒരു കാര്യം സംഭവിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിന് ഒരു കാരണവും ഉണ്ടാവും. ഈ 2 ഉപാധികളല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തെ നയിക്കുന്നില്ല. അപ്പോൾ ജീവിത നിയമം എന്ന് പറയുന്നത്, പ്രകൃതി നിയമം എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധമാണ്. ഭൗതിക ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും കാര്യവും കാരണവുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് സംഭവമുണ്ടായാലും ആ സംഭവത്തിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും. ആ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അനേകം കാര്യങ്ങൾ വേറെയും ഉണ്ടാകും. അപ്പോൾ കാര്യത്തിൽ നിന്ന് കാരണമുണ്ടാകുന്നു, കാരണത്തിൽ നിന്ന് കാര്യവും ഉണ്ടാകുന്നു. ഇതാണ് പ്രപഞ്ചത്തിലെ ഭൗതിക ജീവിതത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട നിയമങ്ങളെ അടിസ്ഥാനപരമായ 2 ധാരകൾ. ഇത് ഭൗതിക ജീവിതത്തെ നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ കാര്യവും കാരണവും അഴിയുന്നു. അതായത് കാര്യവും കാരണവും ഇല്ലാതാകുന്നു. അപ്പോൾ എപ്പോഴാണോ കാര്യകാരണങ്ങൾ ഇല്ലാതാകുന്നത്, അപ്പോൾ മാത്രമേ ഒരു സാധകൻ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നത സോപാനത്തിൽ എത്തിച്ചേർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കാര്യവുമില്ല, കാരണവുമില്ല. കാര്യവും കാരണവും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ജന്മവാസനകളും കർമ്മവാസനകളും കർമ്മനിയോഗങ്ങളും എല്ലാം തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. അതായത് നാം നേരത്തെ കണ്ട തത്വങ്ങൾ, 36 തത്വങ്ങളും ഇല്ലാതായി കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ കാര്യകാരണങ്ങൾ ഇല്ലാതായി തീരുകയും അയാൾ നിത്യശിവാനന്ദത്തിൽ മുഴുകി ജീവിക്കുകയും ശിവജ്ഞാനിയായി ശിവയോഗിയായി തീരുകയും ചെയ്യുന്നു. ഇതാണ് തിരുമൂലദേവൻ കാര്യകാരണ ഉപാധി എന്ന തിരുമന്ത്രത്തിലെ 8ാം തന്ത്രത്തിൽ വിശദീകരിക്കുന്നതിൻ്റെ രത്നച്ചുരുക്കം നമുക്ക് നോക്കാം. 7 കാര്യോപാധി കാരണോപാധി 7 ചേർന്ന് ഉള്ളിൽ തോന്നും ദേഹം ഭാരമായി തന്നെ തോന്നും. നാമരൂപങ്ങളോട് ഈ ഭാരം കുറഞ്ഞിടാത്താത്മാവായി ഭവിച്ച് ജീവൻ ബ്രഹ്മസ്വരൂപമാകും. ജീവൻ എപ്പോഴാണ് ബ്രഹ്മസ്വരൂപമായി തീരുന്നത്? ഈ കാര്യകാരണോപാധികൾ ഒഴിഞ്ഞു പോകുമ്പോഴാണ്. നോക്കൂ, 7 കാര്യോപാധി പിന്നെ കാരണോപാധി 7 ചേർന്ന് ഉള്ളിൽ തോന്നും ദേഹം ഭാരമായി തന്നെ തോന്നും. അപ്പോൾ ദേഹത്തിന് ഭാരമുണ്ടാക്കുന്നത്, അതായത് നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നത്, കർമ്മഭാരങ്ങൾ ഉണ്ടാകുന്നത്, നിയോഗങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം തന്നെ ഈ കാര്യകാരണ ഉപാധികളാണ്. നാമരൂപങ്ങളോട് ഈ ഭാരം കുറഞ്ഞിടാത്ത ആത്മാവായി ഭവിച്ച ജീവൻ ബ്രഹ്മസ്വരൂപമാവും. നാമരൂപങ്ങളുമായിട്ടാണ് ഈ കാര്യകാരണങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്.
അപ്പോൾ കാര്യകാരണങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നാമരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നാമരൂപങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കാര്യകാരണങ്ങൾക്ക് ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സത്യം തിരിച്ചറിയുമ്പോൾ ആത്മാവായി ഭവിച്ച് ജീവൻ ബ്രഹ്മസ്വരൂപമാകും. ജീവൻ ബ്രഹ്മസ്വരൂപമായി തീരും. അപ്പോൾ കാര്യകാരണ ഉപാധികളെല്ലാം തന്നെ നാമരൂപങ്ങളായി മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ. അല്ലാതെ ജീവാത്മാവോ അല്ലെങ്കിൽ ആത്മാവുമായി ബന്ധപ്പെടുന്നില്ല എന്നാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. ഇതാ നോക്കൂ, മുക്തിനിലയ്ക്ക് അരികിലെത്തിയ ജീവൻ്റെ പഞ്ചപ്രാണന്മാരും മനസ്സും ബുദ്ധിയും ചേർന്ന് 7 ജീവോപാധ ശക്തികളും ക്ഷയിക്കുന്നു. അത് അറ്റുപോകും. 7 ജീവോപാധികൾ ഏതൊക്കെയാണ്? മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ, പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇതെല്ലാമാണ് 7 ഉപാധികൾ, ജീവ ഉപാധികൾ. ഈ ജീവോപാധിക ശക്തികളെല്ലാം ക്ഷയിച്ചു പോകുന്നു. അതായത് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും പിന്നെ മനസ്സ് ബുദ്ധി ഇതും ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളും അതേപോലെ മനോബുദ്ധിയും ഇല്ലാതെ ക്ഷയിച്ച് അറ്റുപോകുന്ന അവസ്ഥ. പരഉപാധികളായ അതിനുശേഷം ഈ കാര്യ ഉപാധികളെല്ലാം തന്നെ നശിച്ചു കഴിയുമ്പോൾ എന്തു പറ്റുന്നു? പല ഉപാധികളായ ശുഭേച്ഛ, പര ഉപാധികളായ പരത്തിൻ്റെ ലക്ഷണങ്ങളായ ശുഭേച്ഛ, സുവിചാരണ, അസംസക്തി, തനുമാനസി, സത്വാപത്തി, തുരീയം, വികൽപ്പം, നിർവികൽപ്പം എന്ന ഈ 7 അവസ്ഥകളും വന്നു ചേരും. അപ്പോൾ എപ്പോഴാണോ ഈ കാര്യകാരണ ഉപാധികളെല്ലാം തന്നെ ഇല്ലാതായിത്തീരുക, നാമരൂപങ്ങളിൽ നിന്ന് വിട്ടുപോവുക, അപ്പോൾ 7 ഉപാധികൾ നമ്മുടെ മനസ്സിൽ ഉയരും. അതേതൊക്കെയാണ്? ശുഭേച്ഛ, സുവിചാരണ, അസംസക്തി, തനുമാനസി, സത്വാപത്തി, തുരീയം, വികൽപ്പം, നിർവികൽപ്പം എന്നീ 7 അവസ്ഥകളും വന്നു ചേരും. അപ്പോൾ 7 അവസ്ഥകൾ കൊഴിഞ്ഞുപോയി പകരം പരാവസ്ഥകളായ 7 അവസ്ഥകൾ നമ്മിൽ, നമ്മുടെ ജീവാത്മാവിൽ നിറയും. അതോടെ തത്വമസി എന്ന അപരോക്ഷമായ മഹാവാക്യത്തിൻ്റെ പൊരുൾ പ്രജ്ഞയിൽ തെളിഞ്ഞു വിളങ്ങും. അതോടെ കാര്യകാരണ ഉപാധികളെല്ലാം അറ്റഴിഞ്ഞ് ശിവാത്മാവായി നമ്മൾ തീരും. അപ്പോൾ ശിവാത്മാവായി മാറുന്നു. കാര്യകാരണ ഉപാധികളെല്ലാം ഒഴിഞ്ഞുപോയി തത്വമസി വാക്യത്തിൻ്റെ നിഗൂഢമായ അർത്ഥതലങ്ങളെല്ലാം തന്നെ നമുക്ക് തെളിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തത്വമസി എപ്പോഴാണോ പ്രജ്ഞയിൽ ഉദയം ചെയ്യുന്നത് അപ്പോൾ മുതൽ നമ്മുടെ അവസ്ഥ ശിവ അവസ്ഥയായിരിക്കും, ശിവബോധത്തിലായിരിക്കും പിന്നെ നാം ചേർന്ന് നിൽക്കുക. ഇനി അടുത്ത് നോക്കൂ, അരുളാൽ ഒഴിഞ്ഞു മാറും തത്വങ്ങൾ 36 മാറവേ ജാഗ്രത്തിൽ ജാഗ്രത അവസ്ഥയുണ്ടാം, നിദ്രാസുഖം ജനിക്കും, പദം കുറിക്കുന്ന സ്വസ്വരൂപത്തിൻ രസമുണ്ടുണ്ട് പോരും സദാ. തത്വമസി വാക്യത്തിൻ്റെ മഹാ അനുഭൂതി ആ സാധകൻ അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. എങ്ങനെ? അരുളാൽ ഒഴിഞ്ഞു മാറും തത്വങ്ങൾ 36. ശിവാനുഗ്രഹത്താൽ ഈ 36 തത്വങ്ങളും ഒഴിഞ്ഞു മാറുന്നു. അതായത് കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ തന്മാത്രകൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയ 36 തത്വങ്ങളെക്കുറിച്ച് നാം പലപാട് കണ്ടതാണ്. ആ 36 തത്വങ്ങളും നാമരൂപങ്ങളോട് ചേർന്നിരിക്കുന്ന ഈ 36 തത്വങ്ങളും ഇല്ലാതായിത്തീരും. എന്നിട്ട് അതെല്ലാം ഒഴിഞ്ഞ് 36 മാറവേ ജാഗ്രത്തിൽ ജാഗ്രതാവസ്ഥയുണ്ടാകും. അവസ്ഥ അതായത് ഉണർവ്. അപ്പോൾ സാധകന് ഉണർവുണ്ടാകുന്നു. എപ്പോഴാണ് ഉണർവുണ്ടാകുക? ഈ 36 തത്വങ്ങളും ഒഴിഞ്ഞു മാറുമ്പോൾ സാധകന് ഉണർവ് ഉണ്ടാകുന്നു. പിന്നെ
നിദ്രാസുഖം ജനിക്കും. അതോടുകൂടി അയാൾ സുഷുപ്തിയിൽ ലയിക്കുന്നു. പിന്നെ ത്വം പദം കുറിക്കുന്ന സ്വരൂപത്തിന് രസമുണ്ടാകും. പിന്നെ തത്വമസി മഹാവാക്യ തത്വം അദ്ദേഹത്തിന് അനുഭൂതമായി തീരും. അങ്ങനെ രസമുണ്ടുണ്ട് പോലും സദാ. അങ്ങനെ ശാന്തരസം, ആ ശിവരസം ഉണ്ട് അയാൾ നിർവൃതിയിൽ ലയിച്ച് ശിവാനന്ദത്തിൽ മുഴുകി, ശിവനടനത്തിൽ മുഴുകി, ശിവനൃത്തം കണ്ട് അയാൾ പരമസുഖം അനുഭവിക്കും. ഇതാണ് ഒരു സാധകൻ എത്തിച്ചേരുന്ന അവസാനത്തെ നില. എന്താണത്? രസമുണ്ടുണ്ട് പോരും സദാ. രസം, ശിവരസം, അതാണ് ഇവിടെ പറയുന്നത്. ശിവരസം ഉണ്ട് അയാൾ സദാ ശിവാനന്ദ ലഹരിയിലായിരിക്കും. അങ്ങനെ ശിവാനന്ദ ലഹരി നുകരുന്ന ഒരു സാധകൻ്റെ അവസ്ഥാവിശേഷത്തെക്കുറിച്ചിട്ടാണ് ഈ 8ാം തന്ത്രത്തിലെ കാര്യകാരണ ഉപാധിയിൽ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ഈ ദർശനം ഒഴിവിലൊടുക്കത്തിൽ വളരെ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. തിരുമൂല ഭഗവാന്റെ അതേ ദർശനം തന്നെയാണ്, അതേ ദർശനത്തിൻ്റെ അനുഭൂതിദായകമായ വ്യാഖ്യാനമാണ് കണ്ണുടയ വള്ളലാട് ഒഴിവിലൊടുക്കം എന്ന കൃതി. അതിലെ ഒരു പാടലിൻ്റെ അർത്ഥത്തിലേക്ക് നാം കിടക്കുകയാണ്. ഇതാ നോക്കൂ. 36 തത്വങ്ങളെയും അവയുടെ മിഥ്യാത്വം അറിഞ്ഞു നീക്കി അരുൾ ദർശനമുണ്ടായി. ആ അരുൾ കൃപയാൽ പരാദർശനം ചെയ്ത് അതിനെയും നീക്കി അനന്തരം സുഖാനുഭവമുണ്ടായി. അങ്ങനെ സുഖം അനുഭവിക്കുന്നു എന്ന് ഭോക്തിനിലയും മാറ്റി സുഖാതീതമാകുന്ന മഹാനന്ദത്തിൽ തീവ്രപക്വരെത്തിച്ചേരുന്നു. അങ്ങനെ ശിവാനന്ദ ലഹരിയിൽ മഹാനന്ദത്തിൽ തീവ്രപക്വനെത്തിച്ചേരുന്നു. നീക്കിവിട്ട കുരുവികളെ വീണ്ടും കണ്ട് അരുളിനെ മറന്ന് വീണ്ടും മയക്കത്തിൽപ്പെടുവാനിടയില്ലാതെ ആ മഹാനന്ദത്തിൽ തന്നെ സ്ഥിരനില ഉറച്ച് മഹാസുഹൃതികൾക്ക് അപ്പോൾ അനുഭവമാകുന്ന അതിശയകരമായ ആനന്ദം ഇന്ന വിധമെന്ന് വെളിപ്പെടുത്താൻ വാക്കുപയോഗിക്കുന്നുവെങ്കിൽ ആയത് എങ്ങും നിറഞ്ഞ് അഖണ്ഡമായിട്ടുള്ള ആകാശത്തെ പടിയാലളന്ന് ഇത്ര ഇടങ്ങഴിയാണെന്ന് അറിയാൻ ശ്രമിക്കും പോലെ വിഫലമാകുകയുള്ളൂ. അതായത് അത് വിവരിക്കാൻ, ഈ ശിവാനന്ദ ലഹരി വിവരിക്കാൻ ഒരിക്കലും വാക്കുകളെ കൊണ്ടാവില്ല. എന്നിട്ടും ശിവാനന്ദ ലഹരിയെ വാക്കുകളിൽ ആവാഹിക്കാൻ ശങ്കരാചാര്യ ഭഗവത്പാദരെ പോലുള്ളവർ ശ്രമിക്കുന്നുണ്ട്. തീവ്രപക്കന് ഉദയമാകുന്ന മഹാനന്ദം അവാച്യമത്രേ. ഇതാണ് ഒഴിവിലൊടുക്കത്തിൽ കണ്ണുടയ വള്ളലാർ പ്രധാനമായിട്ടും നമ്മളോട് ഈ ഭാഗം കാര്യകാരണ ഉപാധിയിലെ ഈ നിയമങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അവസാനം തീവ്രപക്കൻ ശിവാനന്ദ ലഹരിയിൽ മുഴുകിക്കഴിയുന്ന ആ അതിഗംഭീരമായ അവസ്ഥാവിശേഷത്തെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒഴിവിലൊടുക്കത്തിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രത്തിൻ്റെ അർത്ഥതലവും. അങ്ങനെ മഹാനന്ദത്തിൽ ശിവാനന്ദ ലഹരിയിൽ നാം ഇതാ മുഴുകിയിരിക്കുന്നു. ഓം ശിവായ തിരുമൂലദേവായ നമഃ.